Students, yesterday we discussed our 7th chapter, Speed Math. Today we are going to discuss continuation of this chapter. അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലേ, എന്തായിരുന്നു? ആവറേജ് സ്പീഡ് കാണുന്നത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ അത് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ജീപ്പ് ഇൻ വിച്ച് സെലീന ട്രാവൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റേറ്റ് ആർട്ട് ഫെസ്റ്റിവൽ ran a distance of 90 km in 2 hours. The car in which Beena travelled took 3 hours to run a distance of 150 km. Which vehicle is faster? What is the meaning of this question? എന്താണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ്? ദ ജീപ്പ് in which Selena travelled to participate in the state art festival ran a distance of 90 km in 2 hours. എന്താണ്? ആർട്സ് ഫെസ്റ്റിവലിന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സെലീന ട്രാവൽ ചെയ്ത ജീപ്പ് 2 hours കൊണ്ട് 90 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദ കാർ ഇൻ വിച്ച് ബീന ട്രാവൽഡ് took എന്താണ്? ബീന ട്രാവൽ ചെയ്ത കാറ് 3 hours കൊണ്ട് 150 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. വിച്ച് വെഹിക്കിൾ ഈസ് ഫാസ്റ്റർ? അപ്പൊ എന്താണ്? സെലീന 2 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്ററും ബീന 150 കിലോമീറ്റർ 3 hours കൊണ്ടും ട്രാവൽ ചെയ്യാൻ എടുത്ത്. അപ്പൊ ഏത് വെഹിക്കിളാണ് ഫാസ്റ്റർ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത്? എന്താണ് കാണേണ്ടത്? ഫാസ്റ്റർ എന്നാണ്. അപ്പൊ ഏറ്റവും ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇവിടെ കാണേണ്ടത്? സ്പീഡ് അല്ലെ. ഏതാണ് കൂടുതൽ ഫാസ്റ്റർ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ സ്പീഡ് കാണണം നമ്മള്. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ജീപ്പ്. ജീപ്പിൽ പോയത് ആരാണ്? സെലീന. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ജീപ്പ് ഈസ് ഈക്വൽ ടു 90 കിലോമീറ്റർ. ടൈം ടേക്കൺ ടു ട്രാവൽ 2 hours. ആവറേജ് സ്പീഡ് ഓഫ് ദ ജീപ്പ്. ഇവിടെ നമ്മൾ ജീപ്പിന്റെ ആവറേജ് സ്പീഡ് കാണണം. ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്ര ഡിസ്റ്റൻസ്? അത് ടൈം. അപ്പൊ 90/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90/2 45 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ ജീപ്പ് എന്താണ്? മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിലാണ് ജീപ്പ് പോയത്. ഇനി കാറിന്റെ നോക്കാം നമുക്ക്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ 150 കിലോമീറ്റർ. ടൈം എത്രയാണ്? 3 hours. ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ 150/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ ഹവർ. മണിക്കൂറിൽ 50 കിലോമീറ്റർ ആണ് കാറ് ഓടിയത്. അതുപോലെ ജീപ്പ് ആണെങ്കിൽ 1 മണിക്കൂറിൽ 45 കിലോമീറ്റർ. അപ്പൊ ഏതാണ് ഫാസ്റ്റർ? കാർ ഈസ് ദ ഫാസ്റ്റർ അല്ലെ. കാറാണ് ഫാസ്റ്റർ. 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ കാറ് ഓടി. മറ്റേതാണെങ്കിൽ 1 മണിക്കൂറിൽ 45 കിലോമീറ്റർ. അപ്പൊ ഫാസ്റ്റർ, ദ കാർ ഈസ് ദ ഫാസ്റ്റർ. അപ്പൊ ഇവിടെ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് പഠിക്കണേ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് സ്പീഡ് ഓഫ് എ ബസ് ഈസ് 52 കിലോമീറ്റർ പെർ ഹവർ. ഹൗ മച്ച് ഡസ് ഇറ്റ് ട്രാവൽ ഇൻ 6 hours? എന്താ ഇവിടെ ചോദിച്ചത്? ദ ആവറേജ് സ്പീഡ് ഓഫ് എ ബസ് ഈസ് 52 കിലോമീറ്റർ പെർ ഹവർ. ബസിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 52 കിലോമീറ്റർ ആണ് പെർ ഹവർ. മണിക്കൂറിൽ 52 കിലോമീറ്റർ. ഹൗ മച്ച് ഡസ് ഇറ്റ് ട്രാവൽ ഇൻ 6 hours? അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ അത് എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? മണിക്കൂറിൽ 52 ആണെങ്കിൽ 6 മണിക്കൂറിൽ എത്രയായിരിക്കും? 52 × 6 അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 hour ഈക്വൽ ടു 52 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 6 hours എത്രയായിരിക്കും? 52 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു
312 കിലോമീറ്റർ. 6 മണിക്കൂറിൽ 312 കിലോമീറ്റർ ആണ് ബസ് ട്രാവൽ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ഇവിടെ ടൈമാണ് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ദൂരം സഞ്ചരിച്ചു, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ട്രാവൽ 520 കിലോമീറ്റർ അറ്റ് ദിസ് സ്പീഡ്? അതേ ബസ്സിന്റെ കാര്യത്തിലാണ് ചോദിക്കുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ട്രാവൽ 520 കിലോമീറ്റർ അറ്റ് ദിസ് സ്പീഡ്? എന്താണ്? $520 കിലോമീറ്റർ അല്ലേ? 520 കിലോമീറ്റർ. അപ്പൊ ഇതേ വേഗത്തിൽ 520 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. അപ്പൊ നോക്കാം, നമുക്ക് ടു ട്രാവൽ 52 കിലോമീറ്റർ, 52 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി ദ ബസ് നീഡ് 1 hour അല്ലേ? ബസ്സിന് ആവശ്യം ഒരു മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ടു ട്രാവൽ 520 കിലോമീറ്റർ ദ ബസ് ട്രാവൽ അല്ലെങ്കിൽ ദ ബസ് നീഡ് 10 hours. അപ്പൊ അതെങ്ങനെയാ കിട്ടുക നോക്കാം. ടൈം ടേക്കൺ, നമുക്ക് ടൈമാണ്, എത്ര ടൈം വേണം എന്നാണ് ചോദിച്ചത്. അപ്പൊ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആവറേജ് സ്പീഡ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? 520 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 52 കിലോമീറ്റർ ആണ് അല്ലേ? അപ്പൊ 520 ഡിവൈഡഡ് ബൈ 52 ഈക്വൽ ടു 10 hours. അപ്പൊ ടൈം ടേക്കൺ, ടൈം കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആവറേജ് സ്പീഡ്. അപ്പൊ നമ്മളിവിടെ ടൈം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു, സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അപ്പൊ ഇത് മൂന്നും പഠിച്ചിരിക്കണം, പ്രോബ്ലംസ് ചെയ്യണം. ഇനി ഇത് മൂന്നും എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറിന്റെ സഹായത്തോടെ നമുക്കത് എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിനെ ഞാൻ 3 ആക്കി DST. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇസ് ഈക്വൽ ടു എന്താണ്? D ഈക്വൽ ടു S ഇൻറ്റു T. ഓക്കെ, D ഈക്വൽ ടു S ഇൻറ്റു T അല്ലേ? S എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. ഓക്കെ, ഇനി S ആണ് കാണണ്ടെങ്കിലോ? S എന്താണ്? സ്പീഡ്, ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഇനി ടൈം ആണെങ്കിൽ എങ്ങനെയാണ്? ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഈ 3 എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം, ഡിസ്റ്റൻസും സ്പീഡും ടൈമും ഒക്കെ കാണുന്ന ഇക്വേഷൻ. ഓക്കെ, പ്രോബ്ലംസ് എഴുതി പഠിക്കുകയും വേണേ.